പേര് ഞാൻ ആ വേദിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് പറയും. ഞാനിത് പറഞ്ഞു വന്നത് അങ്ങനെ ലോകത്ത് ആദിമ മനുഷ്യൻ മുതൽ ഇന്നുവരെയുള്ള മുമ്പ് കഴിഞ്ഞവരും ശേഷം വരുന്നവരുമായ പിതാക്കളുടെ പേരിൽ പറയാൻ പറ്റുന്ന ഒരേ ഒരു നേതാവ്, അങ്ങനെ അഡ്രസ്സുള്ള ഒരു നേതാവാരാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതിയോട് അനുയോജ്യമായ ഒരാശയം, അതാണ് ഇസ്ലാം ഇവിടുന്ന് പ്രചരിപ്പിച്ചത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പ്രകൃതിയോട് യോജിച്ച മതം. പ്രകൃതി വിരുദ്ധമായ ഒരാശയവും അതിലില്ല. എല്ലാവർക്കും നീതി, ആ വിഷയത്തിൽ വ്യത്യാസമില്ല. പുരുഷനും നീതി, സ്ത്രീക്കും നീതി, പ്രായമുള്ളവർക്കും നീതി, കുട്ടികൾക്കും നീതി, യുവാക്കൾക്കും നീതി, തൊഴിലാളികൾക്കും നീതി, അതേ മുതലാളിക്കും നീതി. വ്യത്യാസമില്ല. അത് വ്യത്യസ്ത ലിംഗമുള്ളവർക്കിടയിലും വ്യത്യാസമില്ല, ലിംഗവ്യത്യാസമുള്ളവർക്കിടയിലും വ്യത്യാസമില്ല. എല്ലാവർക്കും നീതി, അതാണ് ഇസ്ലാം. പക്ഷേ ഒരേ വർഗത്തിൽപ്പെട്ടവർക്കിടയിൽ തന്നെ അവർക്ക് പ്രകൃതിപരമായ അവരുടെ ശേഷിയും അവരുടെ കഴിവും അവരുടെ പ്രാപ്തിയും അവരുടെ ദൗർബല്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമം, അതല്ലേ ഇസ്ലാം. പുരുഷൻ ആണ് എന്ന് പറഞ്ഞത് ചെറിയ കുട്ടികൾ, പിഞ്ചുകുട്ടികളായ ആൺകുട്ടികൾ ആണ് തന്നെയാണ്. പക്ഷെ ആ കുട്ടികൾക്കുള്ള നിയമമല്ല യുവാക്കൾക്ക്. യുവാക്കളുടെ നിയമമല്ല പ്രായമുള്ള വാർദ്ധക്യം ചെയ്ത ആളുകൾ, വാർദ്ധക്യമുള്ള പുരുഷന്മാർക്ക്. അതിനർത്ഥം പുരുഷന്മാർക്കിടയിൽ ഒരു വിവേചനം എന്നല്ല, മറിച്ച് പുരുഷന്മാരിൽ ആണുങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് കുട്ടികളോട് അനുയോജ്യമായ നിയമം, യുവാക്കൾക്ക് യുവാക്കളോട് അനുയോജ്യമായ നിയമം, പ്രായമുള്ളവർക്ക് പ്രായമുള്ളവരോട് അനുയോജ്യമായ നിയമം, സ്ത്രീകൾക്ക് സ്ത്രീകളോട് അനുയോജ്യമായ നിയമം. സുഹൃത്തുക്കളെ, ഭിന്നശേഷിയുള്ളവർക്ക് അവരോട് അനുയോജ്യമായ നിയമം. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവും പ്രാപ്തിയും പ്രകൃതിയും അനുസരിച്ച് ഓരോരുത്തർക്കും നിയമം, എല്ലാവർക്കും നീതി. ആരാണോ ഭക്തിയുള്ളവർ, ആരാണോ സാമ്പത്തിക ശേഷിയുള്ളവർ എന്നല്ല, ആരാണ് ഇവിടെ ആരോഗ്യമുള്ളവർ എന്നല്ല, ആരാണ് ഏത് കുടുംബത്തിൽ ജനിച്ചവർ എന്നല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഞാനൊരു പുരുഷനാണ്, പക്ഷേ ഞാൻ ഒരു സ്ത്രീയുടെ മഹത്വം പറയുന്നു. നഫീസത്തുൽ ബസ്രിയ്യ റളിയല്ലാഹു അൻഹാ, അത് സ്ത്രീയല്ലേ എന്ന് വെച്ചാൽ അവഗണന ഇസ്ലാമിലില്ല. ആ സ്ത്രീയുടെ മഹത്വം പുരുഷന്മാരും പുകഴ്ത്തുന്നു. ഇമാം ശാഫിഈ എന്ന മഹദി വലിയ ഭക്തിയുള്ള മഹദിയായപ്പോൾ നഫീസത്തുൽ ബസ്രിയ്യ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, അങ്ങനെ വിവേചനങ്ങളൊന്നുമില്ല. അതേസമയം സ്ത്രീക്ക് സ്ത്രീകളുടേതായ സാഹചര്യം അനുസരിച്ചുള്ള നിയമം, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ സാഹചര്യം അനുസരിച്ചുള്ള നിയമം. അങ്ങനെ പ്രകൃതിയോട് അനുയോജ്യമായ ഏറ്റവും സുന്ദരമായ ഏറ്റവും വിശാലമായ ആശയം കൊണ്ടുവന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അവിടുത്തെ ആശയത്തിന്റെ വിരോധികൾ വെറുത്താലും അവിടുന്ന് കൊണ്ടുവന്ന ദീൻ, അവിടുന്ന് കൊണ്ടുവന്ന ജീവിത പരിപാടി ഏറ്റവും നല്ല സന്മാർഗം. ആ സന്മാർഗവുമായി ആ നേതാവിനെ നിയോഗിച്ചവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് ലോകസത്താവിനോടുള്ള സ്നേഹമാണ്. ലോകസത്താവിനോടുള്ള സ്നേഹം അത് മനുഷ്യന് വെള്ളവും ഭക്ഷണവും നൽകിയ രാജാവിനോടുള്ള സ്നേഹമാണ്. അതിനാൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നും ബഹുമാനിച്ചു പ്രകീർത്തിച്ചും കൊണ്ടുള്ള ജീവിതം അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
പറയൂ നബിയേ, നിങ്ങൾ ലോകസത്താവായ കുടിക്കാൻ വെള്ളം തന്ന, ഭക്ഷിക്കാൻ ഭക്ഷണം തന്ന, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, നടക്കാൻ കാല് തന്ന, പിടിക്കാൻ കൈ തന്ന, അതേ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന ലോകസത്താവായ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ പറയൂ നബിയെ, തങ്ങളെ വകയിൽ പറയുന്നതല്ല. തങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അത് അങ്ങയുടെ വകയിൽ പറയുന്നതല്ല. സത്താവായ എന്റെ നിർദ്ദേശപ്രകാരമുള്ള പറച്ചിലാണ്. തങ്ങൾ പറയൂ നബിയെ, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോഴേ പിന്തുടരാൻ കഴിയൂ, അനുധാവനം ചെയ്യാൻ കഴിയൂ, ഫോളോ ചെയ്യാൻ കഴിയൂ. സ്നേഹിക്കപ്പെടാത്തവരെ പിന്തുടരാൻ കഴിയില്ല. അതിനാൽ സ്നേഹിക്കണം, എന്നെ പിന്തുടരണം. എന്നാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. ലോകസ്വഭാവായ അല്ലാഹുവിനോടുള്ള സ്നേഹമുണ്ടോ അവന്റെ പ്രതിനിധിയായ അവന്റെയും ശക്തികളുടെയും ഇടയിൽ അവൻ റബ്ബുൽ ആലമീനാണ്. സർവ്വ ലോകത്തിനും മുസ്ലിമിനും അമുസ്ലിമിനും സർവ്വ ജനങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും എല്ലാം കൊടുക്കുന്ന രാജാവാണ് അല്ലാഹ്. എങ്കിൽ അത് മുഴുവനും കിട്ടാനുള്ള നിമിത്തമായി അല്ലാഹു സൃഷ്ടിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോടുള്ള സ്നേഹം ലോകസത്താവിൽ നിന്ന് ലഭിക്കാനുള്ള, ആ ലോകസത്താവിൽ നിന്ന് എന്തും കിട്ടാനുള്ള ഉപാധിയാണ്. അതിനാൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ആ സ്നേഹത്തോടെ അവിടുത്തെ പിന്തുടർന്ന് ജീവിക്കുകയും വേണം. ആ സ്നേഹം ജനങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ മഹത്വം പറയണം. അവിടുത്തെ മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് ധാരാളം റസൂലിന്റെ വേദികൾ ഉണ്ടാകണം. ഈ പരിപാടി സംഘടിപ്പിച്ച SSFന്റെ പ്രവർത്തകർ അവർ ധന്യരാണ്, അനുഗ്രഹീതരാണ്. ഇനിയും ഒരുപാട് നല്ല വേദികളും നല്ല പ്രവർത്തനങ്ങളും നടത്താൻ SSFന്റെ പ്രവർത്തകർക്കും അവരോട് സഹകരിക്കുന്നവർക്കും അതുപോലെ SYSന്റെ പ്രവർത്തകർക്കും നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തകർക്കും എല്ലാ ജനങ്ങൾക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നേരത്തെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ SSFന്റെ ജനറൽ സെക്രട്ടറി മജീദ് സാഹിബ് പറഞ്ഞു, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, പൂച്ചയ്ക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് പഠിപ്പിച്ച നേതാവ്. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാളുടെ പാപം കൊടുത്ത് സ്വർഗാവകാശിയായി എന്ന് പറഞ്ഞ നേതാവ്. ഇങ്ങനെ സർവ്വജീവികൾക്കും കാരുണ്യം ലോകത്തോട് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് എന്റെ യുവാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. അൽ മുസ്ലിം, അൽ മുസ്ലിം, ഇസ്ലാം എന്ന പേരിട്ടിട്ട്, മുസ്ലിം എന്ന പേരിട്ടിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സഹനത്തിന്റെ സുന്ദരമായ മുഖത്തെ കരിവാരിച്ചേക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഇസ്ലാമിന്റെ വിരോധികളുടെ കളിപ്പാവകളായ തീവ്രവാദികളോ ഭീകരവാദികളോ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അൽ മുസ്ലിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, അൽ മുസ്ലിം, ഒരു ശരിയായ മുസ്ലിം, മൻ സലിമ നാസു, ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമല്ലേ, സർവ്വജനങ്ങളും രക്ഷപ്പെട്ടവനാണ്. മിൻ ലിസാനിഹി, അവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, സുരക്ഷിതരാണ്. വയദിഹി, അവന്റെ കൈയിൽ നിന്നും സുരക്ഷിതരാണ്. അതുകൊണ്ട് നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരാൾക്ക് ശല്യം ചെയ്യാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പഠിപ്പിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ മുസ്ലിം ചെറുപ്പക്കാരെ ഒരിക്കലും ഫിർഔനിന്റെ മാർഗം സ്വീകരിച്ചു പോകരുത്. ഫറോവ ചക്രവർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് ഭീഷണിയാണോ എന്ന് അവൻ ചിന്തിച്ചു. അതിനെന്താ ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാമിനോടുള്ള മനസ്സിന്റെ ഉള്ളിലെ അനാവശ്യമായ പക അത് തീർക്കാൻ നിരപരാധികളായ പിഞ്ചുമക്കളെ കൊന്നൊടുക്കി. അത് തന്നെയല്ലേ ഇന്നത്തെ എല്ലാ ഭീകരവാദികളുടെയും സ്വഭാവം? നിരപരാധികളായ പിഞ്ചുമക്കളെ കൊന്നൊടുക്കി എന്നിട്ട് അഭിമാനം കൊണ്ടു ഫറോവ ചക്രവർത്തി. അത് തന്നെയല്ലേ സർവ്വ ഭീകരവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരപരാധികളെ കൊന്നിട്ട് മറ്റൊരാളുള്ള വെറുപ്പ് തീർക്കുന്നു.
ഈ ആശയം ഫറോവ ചക്രവർത്തിയുടേതാണ്, ഇസ്ലാമിന്റേതല്ലേ അല്ല. ഭീകരവാദം, വർഗീയവാദം, അതുപോലെ തീവ്രവാദം അത് ഇസ്ലാമുമായി ഒരു ബന്ധവുമുള്ളതല്ല. ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാശയമാണ് ഭീകരവാദവും തീവ്രവാദവും വർഗീയവാദവും എന്ന് സാന്ദർഭികമായി ഉണർത്തി റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരിയായ ഇസ്ലാം ജീവിതത്തിൽ പകർത്തിയും മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുത്തും ഇസ്ലാമിന്റെ സൗന്ദര്യം എല്ലാവർക്കും ബോധ്യപ്പെടുത്തേണ്ടവരാണ് നാം. അതിനുള്ള പ്രവർത്തനമാണ് നമ്മുടെ സംഘകുടുംബം, സുന്നത്ത് ജമാഅത്തിന്റെ സംഘകുടുംബം, SYS-ഉം SSF-ഉം ഒക്കെ സജീവമായി രംഗത്തിറങ്ങി നടത്തുന്ന നബിദിന ക്യാമ്പയിനും അതിലുള്ള മറ്റ് പരിപാടികളും എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാം